Hi friends, welcome to Magic Post. Today we are going to study about post bags. Post bags relate ചെയ്യുന്ന clause 56 ആണ്. The system of delivery of postal article along with the duplicate key and a lock provided by renter is available at all delivery post office whether post box system is available there or not. അതായത് പോസ്റ്റ് ബാഗ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും നമുക്ക് പോസ്റ്റ് ബാഗ്സ് അവൈലബിൾ ആണ്. അതിൽ റെൻഡർ അതിൻ്റെ കീയും ലോക്കും റെൻഡർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് എ ലോക്ക്ഡ് പോസ്റ്റ് ബാഗ്സ് വിത്ത് ദ പോസ്റ്റൽ ആർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബാഗ് ഈസ് ഹാൻഡഡ് ഓവർ ടു ദ റെൻഡർ ഓർ ഹിസ് മെസഞ്ചർ ഓവർ ദ കൗണ്ടർ ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഡെലിവറി ടിക്കറ്റ് ഡ്യൂറിംഗ് ദ അവേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ മേക്കിംഗ് വിൻഡോ ഡെലിവറി. അതായത് റെൻഡർക്കോ അല്ലെങ്കിൽ ഒരു മെസഞ്ചർക്കോ അവര് ഒരു ഡെലിവറി ടിക്കറ്റ് നമ്മുടെ ഡെലിവറി പോസ്റ്റ് ഓഫീസിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വിൻഡോ ഡെലിവറി ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ആർട്ടിക്കിൾ ഈ പോസ്റ്റ് ബാഗ്സിൽ വെച്ചിട്ടുള്ളത് അവർക്ക് കൊടുക്കാം. ഡ്യൂറിങ് ദ എന്താണ് വിൻഡോ ഡെലിവറി ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ എന്ത് കൊടുക്കണം, ഒരു ഡെലിവറി ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ആർട്ടിക്കിൾ മേടിക്കാവുന്നതാണ്. These bags, with the exception of the render, in combination with the post box number, may be used by the render for dispatching to the post office fully prepaid unregistered letters, postcard, inland letter card, newspapers and packets for posting. ഇതിലും എന്താണ് fully prepaid unregistered ലെറ്റേഴ്സും പോസ്റ്റ് കാർഡ്സും ഇൻലൻഡ് ലെറ്റർ കാർഡും എല്ലാവരും ആയിരിക്കും ഈ പോസ്റ്റ് ബാഗിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പോസ്റ്റ് ബോക്സ് അതിന്റെ ക്ലോസ് ഏതാ പറയുന്നത്, ക്ലോസ് 55. പോസ്റ്റ് ബോക്സ് ക്ലോസ് 55, ദെൻ പോസ്റ്റ് ബാഗ് ക്ലോസ് 56. ദെൻ പോസ്റ്റ് ബോക്സ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ഓൾ ഡെലിവറി പോസ്റ്റ് ഓഫീസസ്. പോസ്റ്റ് ബാഗിന്റെ കേസിൽ എന്താണ് അവൈലബിൾ അറ്റ് ഓൾ ഡെലിവറി പോസ്റ്റ് ഓഫീസസ്. അതായത് പോസ്റ്റ് ബോക്സ് എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ എന്താണ് പോസ്റ്റ് ബാഗ് എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും അവൈലബിൾ ആണ്. അതായത് ഇവിടെ പറയുന്നത് പോസ്റ്റ് ബോക്സ് ബിഒയില് ഉണ്ടാവില്ല. Then the lock and duplicate key provided by the department. പോസ്റ്റ് ബോക്സിൽ ലോക്കും ഡ്യൂപ്ലിക്കേറ്റ് കീയും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റ് ബാഗ്സിലോ ലോക്ക് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് കീ പ്രൊവൈഡഡ് ബൈ ദ റെന്റർ. അതായത് ലോക്കും ഡ്യൂപ്ലിക്കേറ്റ് കീയും പ്രൊവൈഡ് ചെയ്യേണ്ടത് റെന്റർ ആണ്. അപ്പൊ മെയിൻ ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. എന്താണ് പോസ്റ്റ് ബോക്സ് നോട്ട് അവൈലബിൾ അറ്റ് ഓൾ ഡെലിവറി പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ബാഗ് ആണെങ്കിൽ അവൈലബിൾ അറ്റ് ഓൾ ഡെലിവറി പോസ്റ്റ് ഓഫീസ്. ദെൻ ലോക്ക് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് കീ പ്രൊവൈഡഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ കേസ് ഓഫ് പോസ്റ്റ് ബോക്സ്. ദെൻ ഇൻ കേസ് ഓഫ് പോസ്റ്റ് ബാഗ് ലോക്ക് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് കീ പ്രൊവൈഡഡ് ബൈ ദ റെന്റർ. ദെൻ ക്ലോസ് എന്താണ്, പോസ്റ്റ് ബോക്സ് ആണെങ്കിൽ ക്ലോസ് 55ഉം പോസ്റ്റ് ബാഗ് ആണെങ്കിൽ ക്ലോസ് 56ഉം. These are the main difference between post box and post bags. Rent for post box or bags. ഇനി പോസ്റ്റ് ബോക്സിന്റെയും പോസ്റ്റ് ബാഗ്സിന്റെയും റെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് ആൻഡ് ബാഗ് ഇഫ് ടേക്കൺ ടുഗദർ രണ്ടും ഒരുമിച്ച് എടുക്കാം. ഇനി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇയറിലേക്കും ഉണ്ട്, പിന്നെ എന്താണ് 3 കലണ്ടർ മന്തിലേക്കുമാണ് നമ്മൾ എന്താ റെന്റ് കൊടുക്കുക. First one, if render for full financial year, rupees 150. Then for 3 calendar months or part thereof, rupees 50. അതായത് ഒരു എന്താണ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് 150, 3 മാസം വെച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ 50 റുപ്പീസും. നെക്സ്റ്റ് പോസ്റ്റ് ബോക്സ് ആൻഡ് ബാഗ് ഇഫ് ടേക്കൺ ടുഗദർ. പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും ഒരുമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ റെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് റെന്റ് ഫോർ ഫുൾ ഫിനാൻഷ്യൽ ഇയർ, ഒരു full financial year ആണെങ്കിൽ rupees 250. Then for 3 calendar month or part thereof rupees 80. 3 കലണ്ടർ മാസത്തേക്ക് ആണെങ്കിൽ എത്രയായിരിക്കും, rupees 80 ആണ്. റെന്റ് കമൻസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ് ഫസ്റ്റ് ഡേ ഓഫ് മന്ത് ആയിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, റെന്റ് പഠിച്ചു, എന്താണ് പോസ്റ്റ് ബാഗ് എന്നുള്ളത് പഠിച്ചു. സോ താങ്ക് യു.